ശതകോടീശ്വരന്മാരുടെ മാത്രമല്ല ഈ ലോകം ദരിദ്രരുടെയും തൊഴിലാളികളുടെയും യുവാക്കളുടെയും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഭാരത് ജോഡോ ഭാരത് ന്യായ് യാത്രയ്ക്ക് പിന്നാലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടും വോട്ട് തട്ടിപ്പും ആരോപിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ഇന്ന് 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് 8 മണിയോടെ കതികാറിൽ നിന്ന് ആരംഭിച്ച യാത്ര പഞ്ചമുഖി മന്ദിർ, ഫോബ്ഗഞ്ച് റോഡ്, ഹോപ്പ് ഹോസ്പിറ്റൽ ചൌക്ക്, രാംബാഗ്, കസ്ബ ബസാർ, സീറോ മൈൽ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി അരാരിയയിലാണ് അവസാനിക്കുക. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടന്ന വൻ വോട്ട് കൊള്ളയ്ക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും എതിരെ നടക്കുന്ന പ്രതിഷേധ യാത്രയ്ക്ക് വൻ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. തേജസ്വി യാദവ്, ദീപാങ്കർ ഭട്ടാചാര്യ അടക്കമുള്ള ഇന്ത്യ സഖ്യം നേതാക്കളുടെ വാർത്താ സമ്മേളനവും ഇന്ന് നടക്കും. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടന്ന വൻ വോട്ട് കൊള്ളയ്ക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും എതിരെ നടക്കുന്ന പ്രതിഷേധ യാത്രയ്ക്ക് വമ്പൻ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. ഇന്നലെ കോർഹ, ഗഡ്വ, പൂർണിയ മേഖലകളിലൂടെ സഞ്ചരിച്ച വോട്ടർ അധികാര യാത്ര ശ്രദ്ധേയമായിരുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരോടുള്ള അദ്ദേഹത്തിന്റെ അളവറ്റ സ്നേഹം വെളിവാക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര നടക്കുന്നതിനിടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ബീഹാറിൽ എത്തുന്നുണ്ട്. പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി ബീഹാറിൽ മറുപടി നൽകിയേക്കുമെന്നാണ് ജനങ്ങളുടെ കണക്കുകൂട്ടൽ. എന്തായാലും അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഓഗസ്റ്റ് 26 മുതൽ 2 ദിവസം പ്രിയങ്ക ഗാന്ധി യാത്രയുടെ ഭാഗമാകുമെന്നാണ് വിവരങ്ങൾ. നിരവധി പോരാട്ട വീര്യങ്ങൾ ഉരുത്തിരിഞ്ഞ ബീഹാറിന്റെ മണ്ണിൽ നിന്നും ആരംഭിച്ച യാത്ര 16 ദിവസം കൊണ്ട് 1300 കിലോമീറ്ററാണ് പൂർത്തിയാക്കുക. ബഗൽപൂർ, സീതാമർഹി, കിഴക്കൻ ചമ്പാരൻ, വെസ്റ്റ് ചമ്പാരൻ, ഗോപാൽഗഞ്ച് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാകും യാത്ര കടന്നു പോവുക. യാത്രയുടെ 2ാം ഘട്ടം RJD നേതാവ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ചന്ദർബാഗ് ചൌക്കിൽ നിന്നാണ് ആരംഭിക്കുക. രാഷ്ട്രീയ എതിരാളികളുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയാണെന്നും ഇത് വോട്ടർമാരുടെ മൗലിക അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും വ്യക്തമാക്കിയുള്ള വോട്ടർ അധികാർ യാത്ര BJP നേതൃത്വത്തിന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് മുന്നേറുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി യാത്ര തുടരുമ്പോൾ BJPക്കെതിരെയുള്ള വജ്രായുധമായാണ് ഇത് പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ കൂട്ടുചേർന്ന വോട്ട് തട്ടിപ്പുകളും ലക്ഷക്കണക്കിന് വോട്ടർമാർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യവും നിലനിൽക്കെ വോട്ടവകാശം സംരക്ഷിക്കുക, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഉയർത്തിയാണ് രാഹുൽ ഗാന്ധി തന്റെ പര്യടനം തുടരുന്നത്. 16 ദിവസത്തിനുള്ളിൽ 30 മണ്ഡലങ്ങളിലൂടെയാകും കടന്നു പോവുക. യുവാക്കൾക്കിടയിൽ ഉൾപ്പെടെ യാത്രയ്ക്ക് വൻ സ്വീകാര്യത ലഭിക്കുമ്പോഴും യാത്ര വൻ വിജയമെന്ന് AICC വിലയിരുത്തുമ്പോഴും രാഹുൽ ഒറ്റയ്ക്ക് യാത്ര നടത്തുന്നുവെന്നും യാത്രയ്ക്ക് ആളെ കിട്ടുന്നില്ല എന്ന തരത്തിലും വ്യാജ വാർത്തകൾ ഒഴുകി നടക്കുന്നുണ്ടെന്നതുമാണ് ശ്രദ്ധേയം. ആരൊക്കെ ഈ യാത്ര ഭീതിപ്പെടുത്തുന്നുവോ അത്തരക്കാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന നീക്കമാകാം ഈ വ്യാജ പ്രചാരണങ്ങളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും വിമർശിച്ചുകൊണ്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നതിനാൽ പലർക്കും ഇത് കുറിക്കുകൊള്ളുന്നുമുണ്ട്. സെപ്റ്റംബർ 1-ന് പട്നയിൽ നടക്കുന്ന റാലിയോടെയാണ് വോട്ട് അധികാർ യാത്ര അവസാനിക്കുക. സമാപന ദിവസം പട്നയിൽ നടക്കുന്ന മഹാറാലിയിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും പുറമെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, CPIM സെക്രട്ടറി MA ബേബി തുടങ്ങിയവർ പങ്കെടുക്കുന്നുവെന്നാണ് വിവരം. സാധാരണക്കാരുടെ വോട്ടുകൾ മോഷ്ടിക്കാനും അവരെ തടയാനുമുള്ള BJPയുടെ വ്യഗ്രതയ്ക്ക് വോട്ട് അധികാർ യാത്രയിലൂടെ ഇന്ത്യ സഖ്യം ശക്തമായ വിമർശനങ്ങളാണ് തൊടുത്തുവിടുന്നത്. പൗരന്റെ അവകാശങ്ങൾ പോലും ധ്വംസിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒത്തുകളിക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രബലമായ യാത്രയ്ക്കാവും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുക എന്നത് അഭിമാനകരമാണ്.